അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മങ്കൂസ് മൗലിദിൻ്റെ പ്രാമാണികത എന്ന വിഷയത്തിൽ കൗൺസിൽ ഫോർ അർഷദി സ്കോളേഴ്സ് കാസ് കേരളയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അർഷദി ടോക്ക് സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ചർച്ചയിലേക്ക് മുഴുവൻ ശ്രോതാക്കളെയും ക്ഷണിക്കുകയാണ്. ഇത് കാണുന്ന ഇതിൻ്റെ പ്രേക്ഷകർ ഇതിൻ്റെ മുന്നോടിയായി നടന്നിട്ടുള്ള മുഴുവൻ സെഷനുകളും കേൾക്കുന്നത് ഈ വിഷയത്തിലുള്ള ഒരു വിശാല പഠനത്തിന് ഉപകരിക്കും എന്ന് കൂടി ഓർമ്മപ്പെടുത്തി ചർച്ചയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മൗലിദിലേക്ക് പ്രവേശിക്കാം. മങ്കൂസ് മൗലിദ് ആദ്യമായി പറയുന്ന വാചകം തന്നെ ഇന്ന് കേരളത്തിലെ ബിദഴികൾ വല്ലാതെ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കാറുണ്ട്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ. ഈ പറയുന്നതിൻ്റെ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം റബീഉൽ അവ്വലിൽ ആകുന്നു. അങ്ങനെ റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ടുവന്ന അള്ളാഹു എത്രയോ പരിശുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മൗലിദ് ആരംഭിക്കുന്നത്. സ്വാഭാവികമായും വളരെ നേരത്തെ തന്നെ പണ്ട് മുതലേ ലോകത്തുള്ള എല്ലാ ആളുകളും പറയുന്നതും കേൾക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം റബീഉൽ അവ്വലിൽ ആണ് എന്ന് തന്നെയാണ്. പക്ഷേ അവിടെ ആളുകളെ കൺഫ്യൂഷനാക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങളുടെ ജനനത്തിൽ തന്നെ ഒരു തർക്കം വലിച്ചിടുക. എന്നിട്ട് അത് റബീഉൽ അവ്വലിലല്ല. കാരണം റബീഉൽ അവ്വലിലാണ് നമ്മൾ കൂടുതൽ മങ്കൂസ് മൗലിദ് ഓതുന്നത്, അതുപോലെ മറ്റു ആഘോഷ പരിപാടികളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതില്ലായ്മ ചെയ്യാൻ വേണ്ടി തങ്ങളുടെ ജനനം തന്നെ റബീഉൽ അവ്വലിലല്ല, അത് വേറെ ഏതൊക്കെയോ മാസങ്ങളിലാണ് എന്നൊക്കെ പറഞ്ഞ് പല പ്രചരണങ്ങളും പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് തീരുമാനിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് മാസത്തിലാണ് ജനിച്ചതെന്ന് നമ്മളൊന്ന് ക്ലിയർ ചെയ്താൽ ബാക്കിയുള്ള ചർച്ചയിലേക്ക് നല്ല ഉഷാറാകുമെന്ന് തോന്നുന്നു ഇൻഷാ അല്ലാഹ്. പ്രസക്തമായ ഒരു ചോദ്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റബീഉൽ അവ്വലിൽ ആണ് എന്ന് മങ്കൂസ് മൗലിദിൽ പറയുന്നു. എന്നാൽ ബിദ്അഇകൾ പറയുന്നത് അത് റമളാനിലാണ്, മറ്റു സമയങ്ങളിലാണ് എന്നെല്ലാമാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നതാണ്. നമുക്ക് പ്രമാണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, മുഴുവൻ ചരിത്രങ്ങളും നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ കാണുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റബീഉൽ അവ്വലിൽ തന്നെയാണ് എന്നത് തന്നെയാണ്. മഹാനായ രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി തങ്ങൾ അദ്ദേഹത്തിൻ്റെ തഹദീബുൽ അസ്മാ വൽ ലുആത്ത് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം. വത്തഫഖു, ലോക പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുകയാണ്, റബീഉൽ അവ്വൽ മാസത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നതിൽ ലോക പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതേ പ്രകാരം തന്നെ ഇബ്നുൽ ജൗസി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സിഫത്തുസ് സഫ്വ എന്ന ഗ്രന്ഥത്തിൽ ഇതേ വാചകം തന്നെ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാം. ആനക്കലഹം നടന്ന സമയത്ത് ഒരു തിങ്കളാഴ്ച ദിവസം റബീഉൽ അവ്വലിൽ തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഹാഫിദ് ഇബ്നു കസീർ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന പ്രമുഖ സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. എത്രാമത്തെ ദിവസമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന് രേഖപ്പെടുത്തി വെച്ച് നമുക്ക് കാണാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച ദിവസം റബീഉൽ അവ്വൽ 12 തന്നെയാണ് ജനിച്ചത് എന്ന് രേഖപ്പെടുത്തി വെച്ച് നമുക്ക് കാണാം.
നബിയായി നിയോഗിക്കപ്പെട്ടതും ആ തിങ്കളാഴ്ച ദിവസം തന്നെയാണ്. വഫീഹി ഹാജറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോയതും തിങ്കളാഴ്ച ദിവസം തന്നെയാണ്. വഫീഹി മാത്ത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതും തിങ്കളാഴ്ച ദിവസം തന്നെയാണ്. വഹാദാ ഹുവൽ മഷ്ഹൂറു ഇൻദൽ ജുംഹൂർ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് ഭൂജാതനായത് എന്നത് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വലിൽ ആണ് എന്ന് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചത് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഏകോപിതരാണ് എന്ന് പറഞ്ഞിട്ടാണ്. വത്തഫഖു, പണ്ഡിതന്മാർ മുഴുവനും ഈ വിഷയത്തിൽ റബീഉൽ അവ്വലാണ് എന്ന വിഷയത്തിൽ അഭിപ്രായം വ്യത്യാസമില്ല. പിന്നെ 2-നാണോ 8-നാണോ 9-നാണോ 12-നാണോ ഈ വിഷയത്തിൽ 4 അഭിപ്രായങ്ങളുണ്ട് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ്. അപ്പോൾ പിന്നെ റമളാനിലാണ് എന്ന അഭിപ്രായം അത് നമുക്കറിയാലോ. ഏതൊരു വിഷയത്തിലും ഇപ്പോൾ സ്വന്തം ഉമ്മാനെ അടിച്ചാൽ തന്നെ ചിലപ്പോൾ അതിൽ 2 അഭിപ്രായം ഉണ്ട് എന്ന് പറയുന്ന ആ രൂപത്തിൽ മാത്രം അവഗണിച്ച് തള്ളാവുന്ന അഭിപ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല, ഇബ്നു തൈമിയയുടെ സന്തത സഹചാരിയായ ഇബ്നു കസീർ അൽ ബിദായയിൽ ഉദ്ധരിച്ചത് നിങ്ങൾ നേരത്തെ വായിച്ചല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ജാബിർ റളിയല്ലാഹു അൻഹു 2 പേരും പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. ഹാദാ ഹുവൽ മശ്ഹൂറു ഇൻദൽ ജുംഹൂർ. ഇനി നമുക്ക് ഈ വിഷയകമായിട്ടുള്ള ചർച്ചയോട് അവസാനിപ്പിച്ച് അടുത്ത വിഷയങ്ങളിലേക്ക് കടക്കാം. മങ്കൂസ് മൗലിദിൽ രണ്ടാമതായി പറയുന്ന വിഷയം വ ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം. അല്ലാഹു തആല ലോകം പടക്കുന്നതിൻ്റെ മുമ്പ് അല്ലാഹുവിൻ്റെ പ്രഥമ സൃഷ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ് എന്നാണ് മങ്കൂസ് മൗലിദിൽ പരാമർശിക്കുന്നത്. ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായ ഒരു ഭാഗമാണിത്. കേരളത്തിലെ ബിദഈകൾ, പുത്തനാശയക്കാർ പലപ്പോഴും ഈ ഒരു വിമർശനം അവരുടെ പ്രസംഗങ്ങളിലും പേജുകളിലുമൊക്കെ നിരന്തരം വരുത്താറുണ്ട്. മങ്കൂസ് മൗലിദിൽ പറയുന്ന ഈ ഒരു ആശയം ശരിയല്ലെന്നും ലോകം പടക്കുന്നതിൻ്റെ മുമ്പ് അല്ലാഹു തആല സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ് എന്ന ഈ ആശയം അതൊരിക്കലും പ്രമാണബദ്ധമായി തെളിയിക്കാൻ കഴിയുകയില്ല എന്നാണ് ബിദഈകൾ പലപ്പോഴും ഉന്നയിക്കാറുള്ളത്. നമ്മുടെ ഈ ടോക്ക് സീരീസ് കൊണ്ട് ആ ഒരു വിഷയത്തിന് കൂടി ജനങ്ങൾക്ക് നിവാരണം കണ്ടെത്താനുള്ള വഴി ഉണ്ടാക്കണം. എന്താണ് ഈ വിഷയ സംബന്ധിയായി നമുക്ക് പറയാനുള്ള പ്രമാണം? ചോദ്യകർത്താവ് ഉന്നയിച്ച മങ്കൂസ് മൗലിദിൽ പറഞ്ഞ വ ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വളരെ പ്രസക്തമായ ഒരു വരിയാണ് മങ്കൂസ് മൗലിദിലെ ആ ഒരു വരി. ആലം, ലോകത്തെ തന്നെ പടക്കുന്നതിൻ്റെ മുമ്പ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ പടച്ചു എന്നാണ് മങ്കൂസ് മൗലിദിൽ പറഞ്ഞിട്ടുള്ളത്. അത് വളരെ യാഥാർത്ഥ്യമാണ്. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ പരതിയാൽ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ഉദ്ധരണികൾ കാണാം. അൽ ഇമാം അൽ ഹാഫിദ് അബ്ദുർ റസാഖ് റഹിമഹുല്ലാ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മഹാനായ സയ്യിദുന ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു, മഹാനാകുന്ന സ്വഹാബി വര്യർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അഖ്ബിർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹുല്ലാഹു ഖബ്ലൽ അശിയാ. ലോകത്ത് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച വസ്തു എന്താണ്? എനിക്കൊന്ന് വിശദീകരിച്ചു തരണം യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ സ്വഹാബി ചോദിച്ചപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അതിൻ്റെ മറുപടി. യാ ജാബിർ, ഇന്നല്ലാഹ ഖലഖ ഖബലൽ അശ്യാഇ നൂറ നബിയിക മിൻ നൂരിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് ആദ്യമായിട്ട് പടച്ചത് നൂറ നബിയിക, അങ്ങയുടെ നബിയുടെ നൂറിനെയാണ്. മഹാനാകുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ശേഷം പറയുന്നു, ഫജഅല ദാലിക നൂറു യദൂറു ബിൽ ഖുദ്റത്തി ഹൈഥു ഷാ അല്ലാഹ്. ആ നൂറ് അള്ളാഹു ഉദ്ദേശിച്ച ഭാഗങ്ങളിലെല്ലാം അത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. വലം യകും ഫീ ദാലികൽ വഖ്തി ലൗഹുൻ വലാ ഖലമുൻ വലാ ജന്നത്തുൻ വലാ നാറുൻ വലാ മലക്കുൻ വലാ സമാഉൻ വലാ അർദുൻ വലാ ഖമറുൻ വലാ ജിന്നിയുൻ വലാ ഇൻസിയുൻ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ പടക്കുന്ന സമയത്ത് അന്ന് ലൗഹില്ല, കലമില്ല, സ്വർഗമില്ല, നരകമില്ല, മലായിക്കത്തുകളില്ല, ആകാശമില്ല, ഭൂമിയില്ല, ചന്ദ്രനില്ല, മനുഷ്യനും ജിന്നും ഒന്നുമില്ല. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് അല്ലാഹു തആലയുടെ പടപ്പ് ആദ്യമായിട്ട് പടച്ചത് മഹാനാകുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണെന്ന് അൽ ഇമാം ഹാഫിള് അബ്ദുർ റസാഖ് റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഈ ഹദീസ് ഇമാം ഖസ്ത്വലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മവാഹിബുൽ ലദുന്നിയയിലും ഉദ്ധരിച്ചതായിട്ട് കാണാം. ഇവിടെ പ്രിയ സുഹൃത്ത് സുബൈർ സഅദിയുടെ വിശദീകരണത്തിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് ഉള്ള സംശയത്തിന് നിവാരണം കണ്ടെത്താൻ കഴിയുമെന്ന് നാം മനസ്സിലാക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രഥമ സൃഷ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ് എന്ന് കുറിക്കുന്ന, അത് ബോധ്യപ്പെടുത്തുന്ന ഹദീസ് ഇവിടെ വായിക്കുകയുണ്ടായി. എന്നാൽ ഈ വിഷയത്തിൽ മറ്റൊരു ആരോപണം പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നു തന്നെ വ്യത്യസ്ത ഹദീസുകളിൽ അള്ളാഹുവിൻ്റെ പ്രഥമ സൃഷ്ടി എന്ന് പരിചയപ്പെടുത്തുന്ന പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. അവ്വലുമാ ഖലഖല്ലാഹു അൽ ഖലം, അള്ളാഹുവിൻ്റെ ആദ്യ സൃഷ്ടി കലമാണ് എന്നൊരു ഹദീസ്. മറ്റൊരു ഹദീസ് അവ്വലുമാ ഖലഖല്ലാഹു അന്നൂറു വല്ലുൽമ, ആദ്യ സൃഷ്ടി പ്രകാശമാണ്, ഇരുട്ടാണ് എന്ന് പറയുന്ന ഹദീസ്. വേറെയും ഹദീസുകൾ കാണാം, അർശാണ് എന്നും മാ ആണ് എന്നുമൊക്കെ പറയുന്ന ഹദീസുകൾ. ഇത്തരം ഹദീസുകളൊക്കെ വായിച്ചുകൊണ്ടാണ് ഈ മുസന്നഫ് അബ്ദുർ റസാഖിൽ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ് പ്രഥമ സൃഷ്ടി എന്ന് പറയുന്ന ഈ ഹദീസിനെ കൊച്ചാക്കാൻ വേണ്ടി പലപ്പോഴും മുജാഹിദ് പ്രസ്ഥാനക്കാരായ ആളുകൾ തുനിയാറുള്ളത്. ഇങ്ങനെ വ്യത്യസ്ത ഹദീസുകൾ ബാഹ്യമായി പരസ്പരം എതിരാണെന്ന് തോന്നുന്ന ഈ ഹദീസുകളെ എങ്ങനെയാണ് നമുക്ക് സംയോജിപ്പിക്കാൻ സാധിക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെയാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്ന വിഷയം ഹദീസുകൾ കൊണ്ടും മറ്റു പ്രമാണങ്ങൾ കൊണ്ടൊക്കെ സാധാരണഗതിയിൽ ഉദ്ധരിക്കുമ്പോൾ ആളുകൾക്ക് ആ വിഷയം ഏറെക്കുറെ പിടുത്തം കിട്ടി. ആദ്യം പഠിച്ചത് എന്താണെന്നുള്ള സംഗതി ആളുകൾക്ക് തിരിഞ്ഞു എന്നുകൊണ്ട് വന്നാൽ ഇനിയിപ്പോൾ ആളുകളെ ശ്രദ്ധ അതിൽ നിന്ന് തിരിച്ച് വിടണം. അങ്ങനെ വിടാൻ വേണ്ടി ഓല്, അതായത് നേരത്തെ പറഞ്ഞ പുത്തൻവാദികൾ വിധേയികളെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഓലെ പരിപാടി തന്നെ ഇപ്പോൾ അതാണല്ലോ, അങ്ങനെ ആളുകളെ കൺഫ്യൂഷൻ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ആളുകളൊന്ന് വട്ടം കറക്കാൻ വേണ്ടിയിട്ട് അവിടെ എടുത്തിടുന്ന ഒരു അടുത്ത വിഷയമാണ് ഹദീസുകൾ. പല ഹദീസുകളിലും പലതും വന്നിട്ടുണ്ട്. ആദ്യം പഠിച്ചത് നേരത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ കലമാണ്, മറ്റു ചില ഹദീസുകളിൽ വെള്ളമാണ്, വേറെ ചില ഹദീസുകളിൽ അർശാണ്, ഇങ്ങനെ പലതുണ്ട്. എന്നാൽ ഇതിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല.
ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ തന്നെ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ സമയങ്ങളിലാണ് വന്നത്. എന്നാൽ ഓരോരോ ആളുകളുടെ വരവിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അയാളെ ശേഷം വന്ന ആളിലേക്ക് ചേർത്തി നോക്കിയിട്ട് ആദ്യം വന്ന ആളാണെന്ന് പറയാം. മൂന്നാമത് വന്ന ഒരാൾ അയാളെപ്പറ്റിയും ഇവിടെ ആദ്യം വന്നു എന്ന് പറയാം. ഏതിലേക്ക് ചേർത്തി നോക്കിയിട്ട്? നാലാമത്തെ ആളിലേക്ക് ചേർത്തി നോക്കിയിട്ട്. ഇത് സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആപേക്ഷികമായിട്ടാണ് ഈ പറഞ്ഞത്. ഏത്? അല്ലാഹു തആല കലമ് പടച്ചു, അതുപോലെ അർശ് പടച്ചു എന്നതൊക്കെ മറ്റൊന്നിലേക്ക് ചേർത്തി നോക്കിയിട്ട്, അതായത് അതിൻ്റെ ശേഷം പടച്ച ഒന്നിലേക്ക് ചേർത്തി നോക്കിയിട്ട് ആദ്യം കലമ് പടച്ചു. ഇങ്ങനെ വെച്ചാൽ മതി. ഇത് സാധാരണ മലയാളമാണ്. എന്നാലിപ്പോൾ നമ്മളിനി അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് നമ്മളിങ്ങനെ നാലാൾ കൂടി ഇരുന്ന് പറയുകയാണെന്നുള്ളൊരു ധാരണ അങ്ങനെ സമൂഹത്തിന് ഉണ്ടാകേണ്ട. ഇമാമിങ്ങൾ അതൊക്കെ വളരെ നേരത്തെ വിശദീകരിച്ചു. ഇമാമികൾക്ക് ആർക്കും ഇപ്പോൾ ഈ വിഷയത്തിൽ ഇങ്ങനെയൊക്കെ കുറേ ഹദീസുകളുണ്ടല്ലോ. അപ്പം ഇനിയിപ്പോൾ റസൂലുള്ളാഹിൻ്റെ നൂറാണ് ആദ്യം പടച്ചതെന്ന് പറഞ്ഞാൽ അതിപ്പോൾ എന്താ കാട്ടുക? ആ വിഷയത്തിൽ ഇമാമിയങ്ങൾക്ക് യാതൊരു ബേജാറുമില്ല. കാരണം അവരൊക്കെ ആ വിഷയം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. സാമ്പിളിന് വേണമെങ്കിൽ നമ്മൾ ഒന്ന് രണ്ടെണ്ണം സമൂഹത്തിന് വേണ്ടി പറയാം. ബഹുമാനപ്പെട്ട അല്ലാമ സുർഖാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഈ വിഷയം ചർച്ചക്കിടുകയാണ്. ഇങ്ങനെ പല ഹദീസുകൾ ഉണ്ടല്ലോ, അപ്പം നമ്മളിപ്പോൾ എന്താ കാട്ടുക? നൂറാണ് ആദ്യം പടക്കപ്പെട്ടത് എന്നും പറയുന്നു. ഇങ്ങനെ കുറേ ഹദീസുകളുണ്ട്. അതിനെ വിശദീകരിച്ച് മഹാനവറുകൾ പറയാണ്, അവ്വലു മാ ഖലഖല്ലാഹു വൽ ഖലം, അല്ലാഹു തആല ആദ്യം പടച്ചത് കലമാണ് എന്ന് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ്. ആ ഹദീസ് ഒരിക്കലും തന്നെ മറ്റൊന്നിനോട് എതിരാകുന്നില്ല എന്നാണ് മഹാനവറുകൾ പറയുന്നത്. കാരണം ഇത് യുംകിനുൽ ജംഉ ബൈനഹുമാ, അതിൻ്റെ ഇടയിൽ ജംഅ് ചെയ്യാൻ പറ്റും, സംയോജിപ്പിക്കാൻ പറ്റും എന്നതാണ്. അതായത് പരസ്പരം എതിരുണ്ടെങ്കിൽ അതെങ്ങനെ യോജിപ്പിക്കുക എന്നുള്ളതാണ്. മഹാനവറുകൾ പറഞ്ഞു, ബി അന്ന അവ്വലിയത്തൽ ഖലമി ബിൻ നിസ്ബത്തി ഇലാ മാഅദൻ നൂരിൽ മുഹമ്മദിയി. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കലമാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നിലേക്ക് ചേർത്തി നോക്കിയിട്ടാണ്. അപ്പോൾ പിന്നെ അവിടെ എന്നാൽ പിന്നെ പ്രകാശത്തിലേക്ക് ചേർത്തി നോക്കിയിട്ട് ആദ്യം കലമാണ്, അങ്ങനെ മനസ്സിലാക്കേണ്ട. അതുകൊണ്ട് മഹാനവറുകൾ പറയാണ് ബിൻ നിസ്ബത്തി ഇലാ മാഅദൻ നൂരിൽ മുഹമ്മദി. ഈ ചേർത്തുമ്പോഴൊന്നും റസൂലുള്ളാഹിൻ്റെ നൂറിലേക്ക് നിങ്ങൾ ചേർത്തരുത്. അതവിടെ തന്നെ വേറെ, അത് ആദ്യം പടച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം പടച്ചു എന്ന് തന്നെ. ഇനി അതിൻ്റെ ശേഷമുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പറയാം എന്ന് അല്ലാമ സുർഖാനി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അൽ മവാഹിബ് എന്ന ഗ്രന്ഥത്തിൻ്റെ 1-ാം വാല്യം 48-ാമത്തെ പേജിൽ പറയുന്നു. അങ്ങനെ വേറെയും ഒരുപാട് ഇമാമിങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി മുല്ല അലിയുൽ ഖാരി ഉദ്ധരിക്കുന്നത് കാണാം. തൻ്റെ മിർഖാത്തിൻ്റെ 1-ാം വാല്യം 146-ാമത്തെ പേജിലും പറയുന്നു. എന്താണ് മഹാനവറുകൾ പറയുന്നത്? ഇഖ്തലഫത്തി റിവായാതു ഫീ അവ്വലിൽ മഖ്ലൂഖാതി, ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ഏതാണ് എന്ന വിഷയത്തിൽ ഒരുപാട് വ്യത്യസ്ത റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, പലതുമുണ്ട്. എന്നിട്ട് മഹാനവറുകൾ പറയാം, വഹാസിലുഹാ, ഇതിൻ്റെ ആകത്തുക പറഞ്ഞാൽ കമാ ബയ്യൻതുഹാ ഫി ശർഹി ശമാഇൽ തുർമുദി, അത് ഞാനവിടെ വിശദമായി എവിടെ പറഞ്ഞിട്ടുണ്ട്? ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിൻ്റെ ശമാഇലിൻ്റെ ശറഹിൽ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ഭാഗം മിർഖാത്തിലെടുത്ത് ഉദ്ധരിക്കുകയാണ്. ഇന്ന അവ്വലഹ അന്നൂറുല്ലദീ ഖുലിഖ മിൻഹു അലൈഹി സ്വലാത്തു വസ്സലാം, ആദ്യമായി അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിക്കപ്പെട്ട നൂറ്, ആ നൂറിനെയാണ് ആദ്യം പടച്ചിട്ടുള്ളത്. ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ഇങ്ങോട്ട് വരണ്ട എന്ന് ഇമാമിങ്ങളൊക്കെ പറയാണ്. എന്നിട്ടോ സുമ്മൽ മാഉ സുമ്മൽ അർശു, പിന്നെ നിങ്ങൾ വെള്ളം, അർശ്, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞോളി. ആ പറയുന്ന വിഷയത്തിൽ നിന്നൊക്കെ 100 കണ്ട് മാറ്റും. അതിവിടെ മേശപ്പുറത്തുണ്ട് വെച്ചിട്ട് അഞ്ഞ് ബാക്കി വർത്താനം വേറെ എന്തുണ്ടെങ്കിലും അത് അതിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ഇതിലേക്ക് ചേർത്തി നോക്കിയിട്ട് ഇങ്ങനാണ്ട് വെച്ചാൽ ആ ഒരു പ്രശ്നം കഴിയും. അപ്പോൾ ഇമാമിങ്ങളൊക്കെ അത് വളരെ നേരത്തെ തന്നെ അതിൻ്റെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വേറെയും ഒരുപാടുണ്ട്, നമ്മൾ ചർച്ച നീളും എന്നതുകൊണ്ട് തൽക്കാലം ഞാൻ ചുരുക്കുകയാണ്. മൂസല്ലമീൻ സഖാഫി പറഞ്ഞത് നമുക്കൊക്കെ മനസ്സിലായി. നേരത്തെ ഹാഫിൽ അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുസന്നഫിൽ ഉദ്ധരിച്ച ഹദീസിൽ തന്നെ അതിലേക്ക് സൂചനയുണ്ടല്ലോ. വലം യകുൻ ഫീ ദാലിക്കൽ വഖ്തി ശംസുൻ വലാ ഖമറുൻ അർളുൻ വലാ സമാഉൻ
ജിന്നിയുൻ വല ഇൻസി, ഒന്നുമില്ല. ലൗഹുൻ വല കലമുൻ, ലൗഹുല്ല, അർഷുല്ല, കലമുല്ല, ഒന്നും ഇല്ലാത്ത സമയത്ത് ആദ്യമായി നിരുപാധികം പടച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഒളിവ് തന്നെയാണ് എന്ന് ഈ ഹദീസ് കൂടി ചേർത്ത് വായിക്കുമ്പോൾ കൂടുതൽ വ്യക്തമാകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനൂറിനെയാണ് ആദ്യം പടക്കപ്പെട്ടത് എന്ന് മുസന്നഫ് അബ്ദുറസാഖ് ഉദ്ധരിച്ച് ഇവിടെ ഒരു ഹദീസ് നേരത്തെ വായിച്ചു. പക്ഷേ നമുക്കിന്ന് ലഭ്യമായ മുസന്നഫിൽ ആ ഹദീസ് കാണുന്നില്ലല്ലോ. ഇന്ന് നമ്മുടെ അബ്ദുൽ ഹക്കീം അഹ്സനി ഉന്നയിച്ചിരിക്കുന്ന ഈ ചോദ്യം ഇന്ന് സർവ്വവ്യാപകമായി വഹാബികൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് എന്ന് തെളിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു ഹദീസ് തന്നെ ഇല്ല എന്ന് പറഞ്ഞതിനെ നിഷേധിക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ എളുപ്പമാവുമല്ലോ. ഏതായാലും മുസന്നഫ് അബ്ദുർ റസാഖിൻ്റെ ഇന്നത്തെ കോപ്പിയിൽ ഇങ്ങനെ ഒരു ഹദീസ് കാണാനില്ല എന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാഫിദ് അബ്ദുർ റസാഖ് തങ്ങൾ മുസന്നഫിൽ ഇങ്ങനൊരു ഹദീസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. മുസന്നഫിൽ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്ന് പല കാരണങ്ങൾ നിരത്തി നമുക്കത് സമർത്ഥിക്കാൻ കഴിയും. ഒന്ന്, ഒരു ഡസനിലേറെ ഇമാമുകൾ ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഹാഫിദ് അബ്ദുർ റസാഖ് അവിടുത്തെ മുസന്നഫിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. അവരൊക്കെ ഈ മുസന്നഫിൻ്റെ കോപ്പി കണ്ടവരും കൃത്യമായി പഠിച്ചവരുമാണ്. ചില ആളുകളെ നമുക്കിതിൽ നിന്ന് വായിക്കാം. ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ മവാഹിബുൽ ലദുനിയയുടെ 1-ാം വാള്യം 55-ാമത്തെ പേജിൽ ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം ഈ ഹദീസ് കൊണ്ടുവരുന്നത് മുസന്നഫിൽ നിന്നാണ്. ഹാഫിദ് അബ്ദുർ റസാഖ് ഉദ്ധരിച്ചതായിട്ടാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ട അല്ലാമ ഷെയ്ഖ് അബ്ദുൽ കരീമുൽ ജീലി അദ്ദേഹത്തിൻ്റെ കിതാബ് അൻ നാമൂസുൽ ആലം വൽ ഖാമൂസുൽ അഖദം ഫി മാരിഫത്തി ഖദിരിൻ നബിയിൽ അക്റം എന്ന ഗ്രന്ഥത്തിൻ്റെ 805-ാമത്തെ പേജിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അല്ലാമ യൂസുഫ് ഇസ്മായിലുൻ നബ്ഹാനി അദ്ദേഹത്തിൻ്റെ ജവാഹിറുൽ ബിഹാർ എന്ന ഗ്രന്ഥത്തിൻ്റെ 4-ാം വാള്യം 220-ൽ ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അലി ഇബ്നു ബുർഹാനുദ്ദീനുൽ ഹലബി സീറത്തുൽ ഹലബിയയിലെ 1-ാം വാള്യം 31-ലും അല്ലാമ ഹുസൈൻ ബിൻ ദിയാരുൽ ബക്കരി താരിഖുൽ ഹമീസിൻ്റെ 1-19-ലും ഇമാം അഹ്മദ് ബിൻ ഹജറുൽ ഹൈത്തമി അൽ ഫത്താബുൽ ഹദീസിയയുടെ 347-ാമത്തെ പേജിലും അസയ്യിദ് മുഹമ്മദുൽ ആലൂസി റൂഹുൽ മഹാനിയിലെ 17-ാം വാള്യം 105-ലും അൽ മുഫസ്സിർ അൽ അല്ലാമ നിസാമുദ്ദീൻ ഹസനുൻ നൈസാബൂരി ഖറായിബുൽ ഖുർആനിൻ്റെ 7-ാം വാള്യം 66-ലും അഷേഖ് മുല്ല അലിയുൽ ഖാരി അൽ മൗരിദുർ റബിയുടെ 40-ാമത്തെ പേജിലും അൽ അല്ലാമ അബ്ദുൽ ഹയ്യൽ അൽ ലക്നവി അൽ ആസാറുൽ മർഫൂയുടെ 33-34-ലും ഈ ഹദീസ് ഹാഫിദ് അബ്ദുർ റസാഖിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കണ്ടവരായ ഒരു ഡസനിലേറെ ഇമാമുകൾ ഈ ഹദീസ് അബ്ദുർ റസാഖിൽ നിന്ന് ഉദ്ധരിക്കുന്നുവെങ്കിൽ അവരെല്ലാവരും ഇത് നേരെ കണ്ടവരാണ്. പിന്നെ ഇന്ന് കാണുന്ന കോപ്പിയിൽ ഈ ഹദീസ് കാണാൻ കഴിയുന്നില്ല. എന്താണ് അതിന് കാരണം? ഇന്ന് കാണുന്ന ഈ കോപ്പി പ്രിൻറ്റിങ് ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട ഹബീബുർ റഹ്മാനുൽ ആലമി എന്ന് പറയുന്ന വ്യക്തി ഈ ഗ്രന്ഥം എഴുതിയതിന് ശേഷം അതിന് ആമുഖം എഴുതിയപ്പോൾ അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ പ്രിൻറ്റിങ്, ഈ കിതാബ് പ്രിൻ്റ് ചെയ്യാൻ ഞാൻ കണ്ടെടുത്ത കയ്യെഴുത്ത് പ്രതികളും അതുപോലെ അച്ചടി പ്രതികളും ഏതാണെങ്കിലും അതിൽ കുറേ ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനിത് അച്ചടിക്കാൻ സന്നദ്ധമായി വന്നപ്പോൾ അങ്ങനെ കുറേ ഹദീസുകൾ നഷ്ടപ്പെട്ട കോപ്പിയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൻ്റെ ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഫലി തെമ്പീഹി അല നഖസിൻ നുസ്ഖത്തി മിൻ അവലിഹ നെത്തുറുക്കു ഹാദിഹിൽ വറക്ക ഫാരിഖത്തൻ. ഞാൻ ഇത് എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതിന് മുന്നിൽ കുറച്ച് പേജുകൾ ഒഴിവാക്കി വിടുന്നുണ്ട്. എന്തിനാണിത് ഒഴിവാക്കി വിടുന്നത്? ഇങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ കുറേ ഹദീസുകളുണ്ട്, ഇത് അന്വേഷിച്ച് കണ്ടെത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ ഹദീസുകൾ ഇതിൽ ചേർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ്
അദ്ദേഹം ആ കിതാബിൻ്റെ തുടക്കത്തിൽ തന്നെ കുറേ പേജുകൾ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഫലി തെമ്പീഹി അല നഖസിൻ നുസ്ഖത്തി മിൻ അവലിഹ നതുർക്കു ഹാദിഹിൽ വറക്കത്ത ഫാരിഖത്തൻ ആമിലീന മിന സാദത്തിൽ ഉലമായി അൽ ബാഹിസീന വദവിൽ ഖുബ്റത്തി അൽ മഖ്തൂതാത്ത് അൻ യുസാഇദൂന അലാ സദ്ദി ഹാദൽ ഫറാഗി എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വിടവ് നിങ്ങൾ നികത്തണം. ആരെങ്കിലും ഈ ഹദീസ് പിൽക്കാലത്ത് കണ്ടെത്തുകയാണെങ്കിൽ ആ വിടവിനെ നിങ്ങൾ നികത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പേജ് അദ്ദേഹം അവിടെ ഒഴിവാക്കി വിടുന്നത്. അപ്പോൾ ഇന്നത്തെ മുസന്നഫിൽ അങ്ങനെ ഒരു ഹദീസ് കാണാതിരിക്കാനുള്ള കാരണം ഇത്രയും പറഞ്ഞതിൽ നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. ഏതായാലും മുസന്നഫിൽ മഹാനായ ഹാഫിദ് അബ്ദുർ റസാഖ് ഈ പറഞ്ഞ ഹദീസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഡസനോളം ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് മുസന്നഫിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. മാത്രമല്ല, ഈ ഹബീബുർ റഹ്മാനുൽ ആലമിയുടെ ഈ അപേക്ഷ കണ്ട പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ ഇത് അന്വേഷിക്കുകയും ആ ഹദീസ് കണ്ടെത്തുകയും ചില ആളുകളൊക്കെ ആ ഹദീസുകളെ ക്രോഡീകരിച്ച് ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സയ്യിദലവി നിസാമി വിശദീകരിച്ചതോടുകൂടി നമ്മുടെ ഈ വിഷയത്തിലുള്ള എല്ലാ സംശയങ്ങളും തീരുകയാണ്. അതായത് ഹാഫിദ് അബ്ദുർ റസാഖ് എന്ന മഹാനവറുകൾ തൻ്റെ മുസന്നഫിൽ കൊണ്ടുവന്ന ഈ ഹദീസ് അതിൽ നിന്ന് നേരിട്ട് പകർത്തിയെടുത്ത ഡസൻ കണക്കിന് പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് നേരത്തെ ഇവിടെ വായിക്കുകയുണ്ടായി. അവരൊക്കെ നേരിട്ട് കണ്ടതാണ് മുസന്നഫിൽ നിന്ന് തന്നെ. എന്നാൽ ഇപ്പോൾ നിലവിലുള്ള മുസന്നഫിൽ അതില്ലാത്തതിൻ്റെ കാരണവും വ്യക്തമാക്കി. അതിനെ തുടർന്ന് റിസർച്ച് ചെയ്ത ആധുനിക പണ്ഡിതന്മാർ അങ്ങനെ ഒരു ഹദീസ് കണ്ടെത്തുകയും അതോടുകൂടി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ് നിരുപാധികം ആദ്യത്തെ സൃഷ്ടി എന്നറിയിക്കുന്ന ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൻ്റെ യോഗ്യത നമുക്കിവിടെ വ്യക്തമാവുകയും ചെയ്തു.